സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. പ്രാർത്ഥനകൾ നടക്കുന്നു. എന്താണ് വിവരങ്ങൾ? പ്രാർത്ഥനാ ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മൃതദേഹം ചിതയിലേക്ക് എടുക്കും. കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവിടെയുണ്ട്. ദൈവദശകമടക്കം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷത്തിൽ നിരവധി പേരാണ് ഈ വീടിന് ചുറ്റും നിലനിൽക്കുന്നത്. റോഡിന് പുറത്തേക്കും വലിയ ആൾക്കൂട്ടമുണ്ട്. കാരണം അത്രത്തോളം സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മളൊക്കെ തന്നെ മലയാളി പ്രേക്ഷകർ ശ്രീനിവാസന് നൽകിയിരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ ശ്രീനിവാസൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്തും നിരവധി പേർ നിൽക്കുന്നത്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. പലരും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട്, കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ട്. കുടുംബാംഗങ്ങളടക്കം ഇപ്പോൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷം മൃതദേഹം ചിതയിലേക്ക് എടുക്കും. 10 മണിക്കാണ് സംസ്കാര ചടങ്ങ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. എന്തായാലും വലിയ തിരക്ക് തന്നെ നമുക്കിവിടെ കാണാം. ചിതയടക്കം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാന നിമിഷം എത്തിയിരുന്നു. ചലച്ചിത്ര താരങ്ങൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം വന്നിരുന്നു. ശ്രീനിവാസൻ സിനിമകൾ എന്ന തരത്തിലുള്ളൊരു ബ്രാൻഡിങ് എല്ലാവർക്കും, മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടായിരുന്നു. മലയാളിയുടെ നാട്യങ്ങളെയും അതോടൊപ്പം തന്നെ പൊങ്ങച്ചങ്ങളെയും ഒക്കെ ആക്ഷേപഹാസ്യങ്ങളിലൂടെ വെള്ളിത്തിരയിൽ വിമർശന ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വിമർശനത്തോടുകൂടിയൊക്കെ അവതരിപ്പിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള സംവിധാനവും ക്രമീകരണവും ഒക്കെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ ഇതിന് ഭാഗമായി നൽകും. എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീടും പരിസരവും വലിയ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആ നിലയിൽ തന്നെ ശ്രീനിവാസൻ ഈ നാട്ടുകാരോടും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സ്നേഹവും ഒക്കെ പുലർത്തിയിരുന്നു. ഇവിടെ നടത്തിയിട്ടുള്ള ഇടപെടലുകളടക്കം ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുമുണ്ട്. കാരണം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ വെള്ളിത്തിരയിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചിരിയിലൂടെയും ചിരിപ്പിക്കുകയിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ഇതോടൊപ്പം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയ സാമൂഹ്യ ഇടപെടലുകൾ, പ്രത്യേകിച്ചും ജൈവ കൃഷി പ്രോത്സാഹനം. അത് ഒരു മിഷൻ പോലെ പിന്നീട് ഓരോരുത്തരും ഏറ്റെടുക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കണ്ടു. അങ്ങനെ ഓരോ തലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും അദ്ദേഹം ഈ നാട്ടുകാരോട് ഏറ്റവും കൂടുതൽ സ്നേഹവായ്പും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ പുലർത്തിയതിൻ്റെ കൂടി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കാര്യങ്ങളാണ് 2016 ഒരു ഘട്ടത്തിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരികയും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയരുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ശ്രീനിവാസനെ പോലെയുള്ളൊരു വ്യക്തിത്വം തന്നെയായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉചിതമായ കാൻഡിഡേറ്റ് എന്നൊക്കെ തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീനിവാസനിലെല്ലാം ഉണ്ടായിരുന്നു. കാരണം ശ്രീനിവാസൻ വെള്ളിത്തിരയിലെ മിന്നും താരമായിരുന്നു. ശ്രീനിവാസൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. ആ മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം പ്രാവീണ്യം തെളിയിച്ചിരുന്നു. അതോടൊപ്പം പച്ച മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച ആളാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഏറ്റവും ചേർന്ന് നിന്ന ആളാണ്. സിനിമയിൽ ഒട്ടനവധി പടവുകൾ കയറി മുന്നോട്ട് പോകുമ്പോൾ ലാളിത്യം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് അത് അദ്ദേഹം വച്ചു പുലർത്തുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിട്ടുള്ള ഘടകവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂര്യ അടക്കമുള്ള തമിഴ് താരങ്ങളടക്കം ഇവിടേക്ക്, തമിഴ് സിനിമാ താരങ്ങളടക്കം ഇവിടേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. അവരൊക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളും അതുതന്നെയായിരുന്നു. എന്തായാലും അത്തരം ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ഏവർക്കും ശ്രീനിവാസനോടുണ്ട്. ധർമ്മത്തിൻ്റെ ഒരു പുതിയ ഭാവം വെള്ളിത്തിരയിൽ കൊണ്ടുവന്ന വ്യക്തിത്വമാണ്. സിനിമാ പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്ന കുടുംബമാണ്. അവിടെ നിന്ന് 1956 പാട്യത്ത് ജനിച്ച് കതിരൂർ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് മട്ടന്നൂർ കോളേജിൽ കലാലയ വിദ്യാഭ്യാസം, അതിനുശേഷം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മദ്രാസിൽ പോയി. അവിടെ നിന്ന് മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയിലെത്തി, മറ്റ് സിനിമകളിലെത്തി. അതിനുശേഷം 84 തിരക്കഥ എഴുതുന്നു. അങ്ങനെ പ്രിയദർശനുമായിട്ടുള്ള ആ ഒരു കോംബോ തുടങ്ങുന്ന ഘട്ടത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല. നടക്കുകയാണ്, സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ അവസാന മിനിറ്റിൽ ശ്രീനിവാസനെ ഒന്ന് കണ്ട് വിട നൽകാനായി ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വ്യവസായ പ്രമുഖരുണ്ട്. ഗോകുലം ഗോപാലിനെ നമുക്ക് ആ സ്ക്രീനിൽ കാണാം. ചലച്ചിത്ര പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ. കാരണം ശ്രീനിവാസൻ ഒരു സാധാരണക്കാരനായാണ് ജീവിച്ചതും സ്ക്രീനിൽ അദ്ദേഹം വന്നതും സാധാരണക്കാരനായാണ്. അതുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയ നിമിഷത്തിലും ശ്രീനിവാസനെ കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ദൂരെ ദിക്കുകളിൽ നിന്ന് പോലും വന്ന ആളുകളുണ്ട്. അവരെ ഇപ്പോഴും കടത്തിവിടുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഭക്തിഗാനങ്ങളും അതുപോലെ തന്നെ ദൈവദശകവുമൊക്കെ ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞു. ചിതയിലേക്ക് അദ്ദേഹത്തെ അല്പസമയത്തിനകം എടുക്കും. സിനിമാ
രംഗത്തു നിന്നുള്ള ആളുകൾ, സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര താരം വിനീതിനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ ഒരുപാട് മനുഷ്യർ ശ്രീനിവാസനെ നേരിട്ട് ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒക്കെ ശ്രീനിവാസനെ അഭ്രപാളിയിലാണ് പരിചയം, വെള്ളിത്തിരയിലാണ് പരിചയം. വെള്ളിത്തിരയിൽ കണ്ട ശ്രീനിവാസൻ അത് അവരുടെ പ്രതിബിംബം പോലെ അത്രയ്ക്കടുത്ത ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം വിടവാങ്ങുമ്പോൾ വിട ചൊല്ലാതിരിക്കുക എങ്ങനെ എന്ന് വിചാരിച്ച് ഒരുപാട് മനുഷ്യർ വരികയാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ശ്രീനിവാസൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ സമയത്തിനകം അദ്ദേഹത്തെ ചിതയിലേക്കെടുക്കും. ഒരുപാട് പേർ ഇപ്പോഴും ശ്രീനിവാസനെ കാണാനായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള നിരവധി മനുഷ്യരുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്. മലയാളത്തിൻ്റെ ശ്രീ മായുമ്പോൾ അനശ്വരനാകും ഒരു വലിയ കഥാപ്രപഞ്ചം ബാക്കി വെച്ചാണ് ശ്രീനിവാസൻ മടങ്ങുന്നത്. കഥ പറഞ്ഞ് കഥയായി മാറിയ ശ്രീനിവാസൻ കഥാവശേഷനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപ്രപഞ്ചം ബാക്കിയാവുകയാണ്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ബാക്കിയാവുകയാണ്. എല്ലാ കാലത്തേക്കുമായി നമ്മുടെ പരിചിത കഥാപാത്രങ്ങളായി അവർ നിലനിൽക്കും. കോട്ടപ്പള്ളി പ്രഭാകരനാവട്ടെ, തട്ടാൻ ഭാസ്കരനാവട്ടെ, അത് എല്ലാ കാലത്തേക്കുമുള്ള ഈടുവയ്പ്പാണ്. ഏത് കാലവും മലയാളമുള്ളിടത്തോളം കാലം ഈ കഥാപാത്രങ്ങളെയൊക്കെ ഓർക്കും, കാണും. ആ കഥാപാത്രങ്ങളുടെ കഥാപരിസരങ്ങളെ ഓർത്ത് ഊറിച്ചിരിക്കും, സങ്കടപ്പെടും. ശ്രീനിവാസൻ ഭൗതികമായാണ് ഇല്ലാതാവുന്നത്. ശ്രീനിവാസൻ ബാക്കിയാക്കുന്ന വലിയ കഥകളുടെ രസക്കൂട്ട് നമുക്കെല്ലാവർക്കും വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, മലയാളം അറിയുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ ബാക്കിയുണ്ട്. ശ്രീനിവാസന് ഈ നാട് വിട നൽകുകയാണ്. കണ്ട നാട്ടുകാർക്ക് ശ്രീനിവാസൻ സ്വന്തം നാട്ടുകാരനാണ്. പാട്യംകാർക്ക് എന്നതുപോലെ ശ്രീനിവാസൻ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പാട്യം ശ്രീനി എന്നായിരുന്നു. പാട്യത്തുള്ള ആളുകളൊക്കെ ഇവിടെ തൃപ്പൂണിത്തുറയിലേക്ക് എത്തിയിട്ടുണ്ടാകും തങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ച ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹം ചെലവഴിച്ചത് എറണാകുളം ജില്ലയിലാണ്. ഉദയംപേരൂരിനടുത്തുള്ള ഈ കണ്ടനാട്ടെ അദ്ദേഹത്തിൻ്റെ പാലാഴി എന്ന വീട്ടിലാണ്. എന്നും മണ്ണിൽ ചവിട്ടി നടന്നിരുന്ന മണ്ണിൻ്റെ ഗന്ധമുള്ള കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ്റേത്. ആ ശ്രീനിവാസൻ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തെ യാത്രയയക്കാൻ, ഒരിറ്റ് കണ്ണീര് കൊണ്ട്, ഒരു പുഷ്പം കൊണ്ട് അദ്ദേഹത്തെ യാത്രയയക്കാൻ വലിയ ജനാവലി, അവർ അനസ്യൂതം അണമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശ്രീനിവാസൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ ഹൃദയവ്യഥയോടെ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ കടന്നു പോകുന്നു, നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അയാളുടെ വിലാപയാത്രയായി അവസാനത്തെ യാത്ര പോകുമ്പോൾ ഒപ്പമുണ്ടാകണ്ടേ കൂടെ എന്ന ചിന്തയിൽ ഒരുപാട് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനെ നേരിട്ട് കണ്ടിട്ടുള്ളവരാകില്ല ഇവരിലെല്ലാവരും. പക്ഷേ ശ്രീനിവാസൻ അഭ്രപാളിയിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളോട് ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരാണിവർ. വിട ചൊല്ലാതെ മടങ്ങുവതെങ്ങനെ ശ്രീനിവാസൻ്റെ അന്തിമ ചടങ്ങുകൾ തുടങ്ങി. പ്രാർത്ഥന ചടങ്ങ് കഴിഞ്ഞു. ഇപ്പോഴും ശ്രീനിവാസനെ കാണാൻ ഒരുപാട് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ദിക്കുകളിൽ നിന്ന്, എവിടെ നിന്നൊക്കെയോ മനുഷ്യർ അണമുറിയാതെ അനസ്യൂതം പാലാഴി വീട്ടിലേക്ക് പ്രവഹിക്കുകയാണ്. കഥയുടെ പാലാഴി കടഞ്ഞ് കഥാപാത്രങ്ങളാകുന്ന അമൃത് മലയാളത്തിന് സമ്മാനിച്ച കഥാകാരനാണ്, തിരക്കഥാകൃത്താണ് ശ്രീനിവാസൻ്റെ തൂലികയിൽ വിരിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ നമുക്കേറെ പരിചയമുള്ള, നമുക്ക് വളരെ പരിചിതമായ, നമുക്കെത്രയോ കാലമായി അറിയുന്ന ആൾ എന്ന് തോന്നിക്കുന്ന കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൂടിയാണ് ശ്രീനിവാസൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ ഈ ജനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ അണമുറിയാതെ ജനപ്രവാഹമുണ്ടാവുന്നത്. കേരളത്തെ ഒരുപാട് ചിരിപ്പിച്ച ശ്രീനിവാസൻ ഒടുവിൽ കരയിക്കുകയാണ്. കണ്ണീരണിഞ്ഞ് ശ്രീനിവാസന് വിട നൽകുകയാണ് ഈ നാട്.